കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 20% വോട്ട് നേടി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ബൂത്ത് തല നേതൃത്വങ്ങൾ സംസ്ഥാന BJP നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പിക്കുകയാണ്. ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാം. ആദ്യം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്തിന്റെ കാര്യം. 2019 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 3,60,000 വോട്ട് നേടി 12,000 വോട്ടിന് BJP ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ. രണ്ടാം സ്ഥാനത്ത് ശശി തരൂരാകും. ജയത്തിന് അടിത്തറയാകുന്ന ലീഡ് നേമത്ത് 20,000, വട്ടിയൂർക്കാവിൽ 15,000, കഴക്കൂട്ടത്ത് 8,000, തിരുവനന്തപുരം സിറ്റിയിൽ 5,000 വോട്ട് എന്നിങ്ങനെയാണ്. പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും. കോവളത്ത് നെയ്യാറ്റിൻകരയിലും മൂന്നാമത് തന്നെങ്കിലും മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ്. ഇനി തൃശ്ശൂരിന്റെ കാര്യം. തൃശ്ശൂർ ഇത്തവണ എന്തായാലും സുരേഷ് ഗോപി എടുക്കുമെന്നാണ് BJPയുടെ കണക്ക്. BJP 4 ലക്ഷം വോട്ട് പിടിക്കുമെന്ന് വിലയിരുത്തുമ്പോൾ 3,80,000 വോട്ട് നേടി UDF ആകും രണ്ടാം സ്ഥാനത്ത്. തൃശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തുമെത്തി വിജയത്തിന് അടിത്തറയിടുമെന്ന് കണക്ക് കൂട്ടുന്നു. ഇനി അട്ടിമറി സാധ്യത കാണുന്ന ആറ്റിങ്ങലും പത്തനംതിട്ടയും. കേന്ദ്രമന്ത്രി V. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. 3 ലക്ഷം വോട്ട് ഉറപ്പെന്ന് BJP കണക്ക് കൂട്ടുന്നു. വർക്കലയിലും ആറ്റിങ്ങലും ചിറയൻകീഴും ഒന്നാമതെത്തുമെന്ന് കണക്ക്. ഇതുകൂടാതെ 50,000 വോട്ട് അധികം കിട്ടാനുള്ള പണിയെടുത്തതിന്റെ കണക്ക് നിരത്തിയാണ് വിജയ സാധ്യത കാണുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, K. സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ച് BJPക്കും ലഭിക്കുമെന്നാണ് ബൂത്തുതല റിപ്പോർട്ട്. പാലക്കാടും ആലപ്പുഴയിലും രണ്ടാം സ്ഥാനത്തെത്തി വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് വിലയിരുത്തുന്നു. K. സുരേന്ദ്രൻ മത്സരിച്ച വയനാട് വോട്ട് ഇരട്ടിയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് 2.5 ലക്ഷം വോട്ട് ഉറപ്പിക്കുന്നു. ഇന്ന് ചേരുന്ന BJP സംസ്ഥാന ഭാരവാഹികളുടെയും പാർലമെന്റ് മണ്ഡലം ഇൻചാർജുമാരുടെയും യോഗം ഈ കണക്കുകൾ വിശദമായി അവലോകനം ചെയ്യും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.